നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് ഡിജിറ്റൽ മണി മേക്കിംഗ് സ്ട്രാറ്റജിയാണ്. എങ്ങനെ നമുക്ക് ഡിജിറ്റലി മണി മേക്കിംഗ് ചെയ്യാം, അല്ലെ പൈസ എങ്ങനെ ഡിജിറ്റൽ ഓപ്ഷൻ. നമുക്കറിയാം, നമ്മൾ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലെ. പലപ്പോഴും പല സമയം പോക്കിനും അല്ലെ ജോലി ചെയ്യാത്ത സമയത്തൊക്കെ നമ്മൾ സമയം പോക്കിന് വേണ്ടി മാറ്റി വെക്കുന്ന ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളാണ് ഇതൊക്കെ. ഈ പ്ലാറ്റ്ഫോമുകൾ കൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്ന് വരെ ചിലപ്പോൾ ഒരു 10-20 വർഷമായിട്ട് നമ്മൾ ജോലി ചെയ്തിട്ട് കിട്ടാത്ത അതിനേക്കാളും വരുമാനം ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് ഈ പ്ലാറ്റ്ഫോം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ലക്ഷക്കണക്കിന് ആളുകൾ യൂട്യൂബിൽ നിന്ന് വരുമാനം വാങ്ങിക്കുന്നുണ്ടല്ലേ. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന കേസല്ല ഞാൻ പറഞ്ഞത്. ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കാണാം. ഈ പ്രോജക്റ്റ് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാല് ജസ്റ്റ് രണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭാവത്തിൽ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വം ആര് ഉറപ്പാക്കും? ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ പറയില്ല. നമ്മുടെ ആബ്സെൻസിലും നമ്മുടെ ഫാമിലി സെക്യൂർ ആണ്, അവരുടെ സാമ്പത്തികം സെക്യൂർ ആണ്. നമ്മളില്ലെങ്കിലും അവരുടെ എല്ലാവിധ നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ എല്ലാവിധ നീഡ്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് നമുക്കുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ ആബ്സെൻസ് അവിടെ ആബ്സെൻസ് തന്നെ ആയിരിക്കും. നമ്മുടെ അല്ല, നമ്മളില്ലെങ്കിൽ നമ്മളില്ലാതെ തന്നെ ആയിരിക്കും. പക്ഷെ അവിടെ പണത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരുടെ വിദ്യാഭ്യാസം. നമ്മൾ 10 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് കൂടി വിചാരിക്കുക. 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ കുട്ടിക്ക് +2 അഡ്മിഷൻ എടുക്കാൻ പോലും തരില്ല. അല്ലെ. ഇപ്പോൾ ഒരു 10 ലക്ഷം ഉണ്ടെങ്കിൽ അടുത്ത് 10 വർഷം കഴിഞ്ഞ് 10 ലക്ഷത്തിന് ഇപ്പോഴത്തെ 1 ലക്ഷത്തിന് വിലയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ ആബ്സെൻസിലും നമ്മുടെ ഫാമിലി സെക്യൂർ ആണോ എന്നുകൂടി നമ്മൾ ചിന്തിച്ചാൽ മാത്രമാണ് നമുക്ക് പോയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ആ ഫാമിലി നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചെയ്തിരിക്കുന്ന ജോലിയോടൊപ്പം തന്നെ എന്താണ് എന്തെങ്കിലും അടുത്തൊരു ഓപ്ഷൻ കൂടി നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഓപ്ഷൻ നമ്മളോട് തരുന്നുണ്ട്. അതാണ് ഹീറോ ടു ഹീറോ മിഷൻ. നമ്മുടെ മിഷനാണത്. ഹീറോ ടു ഹീറോ, പൂജ്യത്തിൽ നിന്ന് ഹീറോ ആയിട്ട് മാറുക. ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മളൊന്നും പറയാൻ പരിചയപ്പെടുത്താൻ പോണ ജോലിയോ ഒന്നുമല്ല, ഒരു ബിസിനസ് അവസരം തന്നെയാണ്. ബിസിനസ് എപ്പോഴും എന്താണ് പ്രോഫിറ്റ് ആണ്. അപ്പൊ നമ്മൾ പൂജ്യത്തിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് എന്ത് കിട്ടിയാലും ലാഭമാണ്. ഹീറോ ആയിട്ട് മാറാൻ പറ്റും. നമ്മുടെ കുടുംബത്തിന്റെ നല്ല ഭാവിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സീറോ ടു ഹീറോ മിഷൻ നിങ്ങൾക്കുള്ളതാണ്. ഈ എന്താണ് നമ്മുടെ ഇതിന്റെ സവിശേഷതകൾ? നമ്മൾ ഈ അവസരം തരുന്നതിന്റെ സവിശേഷത നോക്കാം. ഒന്ന്, ഫ്രീ ജോയിനിങ്. നിങ്ങൾ എന്ത് ബിസിനസ് ആവട്ടെ, നിങ്ങൾ ഒരു പെട്ടിക്കട തുടങ്ങണമെങ്കിൽ പോലെ ഒരു നിങ്ങൾ തേപ്പോടെ തുടങ്ങാൻ തയ്യാറാണെങ്കിൽ തേപ്പോടെ തുടങ്ങണമെങ്കിൽ തേപ്പൂട്ടി വാങ്ങണം, അതിന്റെ ഉന്തുവണ്ടി വാങ്ങണം അല്ലെ, പൈസ മുടക്കുന്നുണ്ട്. കരി വാങ്ങാൻ പോലും പൈസ ഉണ്ട്, ശരിയല്ലേ. ഇവിടെ നമ്മൾ പറയുന്നത് സീറോ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾ ഒരു പൈസ പോലും നിങ്ങൾ മുടക്കേണ്ട ആവശ്യമില്ല. ഒരു പൈസ പോലും എക്സ്പെൻസ് ചെയ്യാതെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. അതാണ് നമ്മൾ തരുന്ന അവസരം. അപ്പൊ എന്താണ്, റിസ്ക് ഫ്രീ ആണല്ലേ. ഫ്രീ ടൈം വർക്കിംഗ്. നിങ്ങളിപ്പോ ജോലി ചെയ്തോ, ജോലി നോക്കോ, ബിസിനസ് ഉണ്ട്, ബിസിനസ് നോക്കോ. നിങ്ങൾ അരമണിക്കൂർ മാറ്റി വെച്ചാൽ മതി. ഫ്രീ ടൈം നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നിങ്ങൾ മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ ഈ ടൈം കൊണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഒരു ടാർഗറ്റും ഇല്ല, ഒന്നും നമ്മൾ നിർബന്ധിക്കില്ല. ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറയുന്നില്ല. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് അച്ചീവ് ചെയ്തെടുക്കാം. ദെൻ ഓൺലൈൻ വർക്കിംഗ് ആണ്. ഞാൻ അതുപോലെ ഫിസിക്കൽ വർക്ക് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഇല്ല. കൂടുതലും ഓൺലൈൻ വർക്കാണ് വരുന്നത്. നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, ഫേസ്ബുക്ക്, വാട്സപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. നമ്മൾ ഫ്രീ സപ്പോർട്ടായിരിക്കും, ടൂൾസുകളെല്ലാം തരുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ അൺലിമിറ്റഡ് ഇൻകം. ഞാനിവിടെ പറയാൻ പോകുന്ന ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ ഒരു ലിമിറ്റഡ് ഇൻകം നമ്മൾ കാണിക്കുമെങ്കിൽ പോലും കൂടുതലൊന്നും കാണിക്കാത്തത് നമ്മൾ കൂടുതൽ പറഞ്ഞ് നിങ്ങൾ ഇത് ചെയ്യണ്ട. ഇവിടെ നമുക്ക് എന്താണ് ഒരു അൺലിമിറ്റഡ് ഇൻകം കിട്ടാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട്. ശബ്ദം കുറവാണോ? ഉണ്ടല്ലോ. ഓക്കെ, ആയിരിക്കും. ഓക്കെ, നമുക്ക് ഈ അവസരം തരുന്ന നമ്മൾ ഏത് കമ്പനിയോടാണ് അസോസിയേറ്റ് ചെയ്യുന്നത് വെച്ചാല്, നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന കമ്പനി, നമുക്ക് ഈ അവസരം തരുന്ന കമ്പനിയുടെ പേര് ഓക്സിജനോ ഇന്റർനാഷണൽ ബിസിനസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. എന്താണ് നമ്മൾ തരുന്നത്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ റിയൽ അബണ്ടൻസ് എന്ന് പറഞ്ഞൊരു പ്ലാനിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. റിയൽ അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കുമുള്ള സമൃദ്ധി അല്ലെ. ശരിക്കും സമൃദ്ധി എന്താണെന്ന് നമ്മൾ കാണിച്ചു തരുന്ന ഒരു സിസ്റ്റം, ഒരു രീതിയാണ് ഇവിടെ. ഇനിയാണ് നമ്മൾ എന്താണ് ഇതിൽ നിന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതും, എങ്ങനെയാണ് പൈസ മുടക്കില്ലാതെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതും, അതിൽ നിന്ന് വരുമാനം കണ്ടെത്താൻ പറ്റുന്നതിനെ കുറിച്ചുള്ള ഷോർട്ട് നോട്ടാണ് വരാൻ പോകുന്നത്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ 3 സ്റ്റെപ്പാണ് ഉള്ളത്. ഒന്ന്, ആക്ടിവേഷൻ. നമ്മുടെ ബിസിനസ് ഐഡിയ, നമ്മൾ ബിസിനസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ബിസിനസ് ഐഡിയ ആക്ടിവേഷൻ ചെയ്യണം നമ്മൾ. 2, സ്പോൺസറിങ് 2 പീപ്പിൾ. നമുക്കറിയാവുന്ന 2 പേര്, രണ്ട് പേര്, നമുക്ക് ചിലപ്പോൾ 100, 500, 1000 പേരെ പരിചയമുണ്ടോ? വേണ്ട, 2 പേര് നമുക്ക് വരുമാനം ആഗ്രഹിക്കുന്ന, നമുക്ക് വരുമാനം എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന 2 പേരുടെ ആവശ്യമേ ഉള്ളൂ. 2 പേരെ നമ്മൾ സ്പോൺസർ ചെയ്യാന്നുള്ളതാണ് സ്റ്റെപ്പ്.
മൂന്നാമത്തത് 9 ആഴ്ചത്തെ വർക്കിംഗ് പ്ലാൻ ഉള്ളൂ. 9 ആഴ്ച നിങ്ങൾ വർക്ക് ചെയ്യാൻ മതി. 9 ആഴ്ച എന്ന് പറയുമ്പോൾ 2 മാസം ഒരാഴ്ച, 63 ദിവസം നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം 1,00,000 രൂപ മുകളിൽ വരുമാനം വാങ്ങിക്കാം. 9 ആഴ്ച നിങ്ങൾ വർക്ക് ചെയ്യേണ്ട. നിങ്ങൾ വർക്ക് ചെയ്യേണ്ട എവിടെയാണ്? ഞാൻ പറഞ്ഞ പോലെ സ്പോൺസറിങ് 2 പീപ്പിൾ, 2 പേരെ സ്പോൺസർ ചെയ്യാനുള്ള ഒരു വഴി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഒരു ചങ്കൂറ്റം, ഒരു കറേജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ നിന്ന് 1,00,000 രൂപ ഒരു മാസം വരുമാനം വാങ്ങിക്കാം. ഇനിയാണ് എനിക്ക് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു 4 പാർട്ടാണ്. പാർട്ട് അല്ലെ, PART പാർട്ട്: പ്രൊമോഷൻ, ആക്ടിവേഷൻ, റിക്രൂട്ട്മെന്റ്, ടീം ബിൽഡ്, ദെൻ ലാസ്റ്റ് റിയൽ അബണ്ടൻസിലെത്തും. എന്താണെന്ന് 4ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ് നമ്മൾ ആക്ടിവേഷൻ എന്നൊരു സംഭവം പറഞ്ഞു. നമ്മുടെ ബിസിനസ് ഐഡിയ ആക്ടിവേഷൻ ചെയ്യണം. അതിനെന്താ വേണ്ടത്? കമ്പനിയുടെ ബിസിനസ് ഐഡിയ ആക്ടിവേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്, കമ്പനി പറയുന്ന ഒരു പർട്ടിക്കുലർ എമൗണ്ട് പർച്ചേസ് നടത്തണം. ഒരു പ്രൊഡക്റ്റ് മിനിമം പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് ബിസിനസ് ഐഡിയ ആക്ടിവേഷൻ ആവും. ലൈഫ് ടൈം ഐഡിയ ആണത്. വൺ ടൈം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈം നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടും. അപ്പൊ അത് ആവണമെങ്കിൽ എന്താണ്, നമ്മൾ ഒരു ബിസിനസ് കമ്പനിയിൽ കൊടുക്കണം, എന്നാലും ബിസിനസ് ഐഡിയ ആക്ടിവേഷൻ ആവുള്ളൂ. കസ്റ്റമർ ആവാൻ വേണ്ടിയൊന്നുമില്ല. നമുക്കൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പേരും അഡ്രസ്സും ഡീറ്റെയിൽസും മതി. നമുക്ക് ഫ്രീ ആയിട്ട് ഐ ഡി ക്രിയേറ്റ് ചെയ്യാം, പർച്ചേസ് ചെയ്യാം, ഒക്കെ ചെയ്യാം. ബിസിനസ് ഐ ഡി ആക്ടിവേഷൻ ആവണമെങ്കിൽ നമുക്ക് എന്താണ്, അതിന്റെ രീതിയിലുള്ള ഒരു 10 RP എന്ന് പറയുന്നത് റിവാർഡ് പോയിന്റ് നമ്മൾ പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആക്ടിവേഷൻ ആവുള്ളൂ. അതിനെന്താണ്, നമുക്ക് മിനിമം ഒരു 1000 രൂപ മുതൽ 4,500 വരെയാണ് നമുക്ക് മുതൽ മുടക്ക് വരുന്നത്. ഇതൊന്നും നമ്മൾ ചെയ്യണം, ഒരു പൈസ മുടക്കണം. ഇവിടെ നമ്മൾ ഓക്സിവേ തരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഈ 3 നമ്മൾ എടുക്കുന്നുള്ളൂ. വേറെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മുടെ ഫോണിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റുന്ന പോസ്റ്ററുകൾ നമ്മൾ തരും. എന്ത് പോസ്റ്ററാണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ഡിസീസ് ബേസ് ആയിട്ടുള്ള, ഇപ്പോൾ ഡയബറ്റിക്സ്, ഷുഗർ, അതുപോലെ നമുക്ക് പ്രമേഹം, അതുപോലെ യൂറിക് ആസിഡ്, അങ്ങനെ പല പല നമുക്ക് സെഗ്മെന്റേഷൻ പ്രോഡക്റ്റുകളുണ്ട്. 23ഓളം പ്രോഡക്റ്റുകളുണ്ട്. അതിനകത്ത് 15 പ്രോഡക്റ്റിന് നമുക്ക് ന്യൂട്രാസ്യൂട്ടിക്കൽ ലൈസൻസ് ഉള്ള പ്രോഡക്റ്റുകളാണ് നമുക്ക്. അപ്പോൾ ആ പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള, ഡിസീസിനെ ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്ററുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളത് തരും. നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ, വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ സ്റ്റാറ്റസ് ആക്കി ഇടുക, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുക, ഗ്രൂപ്പുകളിൽ ഇടുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സ്റ്റോറി ഇടുക, എന്ത് വേണം ചെയ്യാം. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, ഇത് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഇട്ട് അപ്പോൾ തന്നെ നമുക്കൊന്നും വരില്ല. എന്താണ്, ആളുകൾ ശ്രദ്ധിക്കും. ഷുഗറുള്ളവൻ എന്തായാലും ശ്രദ്ധിക്കും. കാരണം ഇൻസുലിൻ എടുത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ എന്തായാലും അയാൾ ശ്രദ്ധിച്ച് ചോദിക്കും എന്താ സംഭവം എന്ന്. എൻക്വയറി വരും. അപ്പൊ എൻക്വയറി വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ 2 ദിവസമോ 3 ദിവസം കഴിയുമ്പോഴേക്കും ഒരാളെങ്കിലും ചോദിച്ചു തുടങ്ങും. ചിലപ്പോൾ 10 15 പേരോ, ചിലപ്പോൾ 50 പേരോ, ഇഷ്ടംപോലെ ആൾക്കാർ ചോദിക്കാൻ നിങ്ങൾ തയ്യാറാവും. ഇങ്ങനെ ചോദിച്ചു വന്നു കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഒരാൾ ഒരു ഡയബറ്റിക്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റർ കണ്ട് ചോദിക്കുകയാണ്, ഇതെന്താണ് സംഭവം, ഷുഗറിനുള്ള മരുന്നാണോ ചോദിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട്, ടെസ്റ്റിമോണിയൽ ഉണ്ട്, PDF നോട്ടുകളുണ്ട്, പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് നമ്മൾ ഇട്ട് കൊടുക്കുക അവർക്ക് വാട്സപ്പിൽ. ജസ്റ്റ് എന്താണ് ഇട്ട് കൊടുത്തിട്ട് എന്താണ് ഫോളോ അപ്പ് ചെയ്യണം, അവർ കണ്ടോ ഇല്ല എന്നുള്ളത്. അങ്ങനെ കണ്ട് ചിലപ്പോൾ 10 പേർക്ക് ഇട്ടെടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ എന്താണ് നമുക്ക് 10:1 വരും. 10 ശരിക്കും സെയിൽസിന്റെ റേഷ്യോ ആണ് 10:1 എന്നുള്ളത്. 10 പേർക്ക് കൊടുത്താൽ ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് 10 പേർക്ക് അയച്ചു കൊടുക്കാം മിനിമം. അപ്പോൾ ഒരാൾ നമുക്ക് റിപ്ലൈ ചെയ്യുന്നു, അയാൾ വില്ലിംഗ് ആവും, ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ റെഡി ആവും. അയാൾക്ക് നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുത്ത ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ അയാൾ വായിച്ചു നോക്കി, ഇപ്പൊ ഒന്ന് വാങ്ങിച്ചു നോക്കാൻ അയാൾ തോന്നും. അങ്ങനെ വാങ്ങിച്ചു നോക്കാൻ അയാൾ തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത്, അങ്ങനെ അയാൾ റെഡി ആവുകയാണെങ്കിൽ നമ്മൾ റെഡി ആവുകയാണെങ്കിൽ ആ ആ വ്യക്തിയുടെ എന്താണ് പ്രൊഡക്റ്റിന്റെ ഓർഡർ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം അയാളുടെ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ആ ഓർഡർ എന്ത് ചെയ്യണം, നമ്മുടെ ബിസിനസ് ID ആക്ടിവേഷൻ ആക്കിയിട്ട് അതിൽ പർച്ചേസ് അയാൾക്ക് കൊടുക്കണം. അത് ആ വ്യക്തിക്ക് നമുക്കാണെങ്കിലും സെയിം എമൗണ്ട് ആണ് പ്രൊഡക്റ്റ് കിട്ടുന്നത്. പുള്ളിക്ക് പ്രൊഡക്റ്റ് കിട്ടിയാൽ മതി. കാരണം പുള്ളി ബിസിനസ് ചെയ്യാവുന്ന ആളല്ല. പുള്ളിക്ക് ഷുഗറിനുള്ള ആ സപ്ലിമെന്റ് വാങ്ങാൻ വന്ന ആളാണ്. അപ്പൊ അയാൾക്ക് അത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ID അടിക്കാനൊക്കെ എന്താണ്, നമ്മളെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന നമ്മുടെ ലീഡർ, നമ്മുടെ സ്പോൺസർ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഒരു ID അടിച്ചു കഴിഞ്ഞാൽ, ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്വാളിഫൈ ചെയ്ത് എന്താണ് ഒരു പക്ക ബിസിനസ്സുകാരനായിട്ട് ക്വാളിഫൈ ചെയ്തു. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഒരു ഇന്റർനാഷണൽ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ ക്വാളിഫൈഡ് ആയി. നമുക്ക് ഇനി എന്താ വേണ്ടത്, ഇനി പ്രൊഡക്റ്റ് വിൽക്കാൻ നിൽക്കണോ? വേണ്ട. നമുക്ക് ഓർഡർ ഉണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷെ ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ശരിക്കും പക്ക ഇതിന്റെ ബിസിനസ്. നമുക്ക് ഒരു മാസം 1,00,000 രൂപ, നമ്മൾ പ്രസൻസ് ഇല്ല, നമ്മൾ വർക്ക് ചെയ്യാനുള്ള, വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടീമാണെങ്കിൽ പോലും നമുക്ക് 1,00,000 രൂപ ഒരു മാസം കിട്ടാൻ പറ്റുന്ന ഒരു വഴിയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് വരുമാനം താല്പര്യം ഉണ്ടെങ്കിൽ, ഡെയിലി നിങ്ങൾക്ക് ഒരു 1000 രൂപ ഉണ്ടാക്കാൻ താല്പര്യമുണ്ട്, 1000-ത്തിനടുത്ത് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം ചെയ്താൽ മതി. നമുക്ക് ഒരു പ്രൊഡക്റ്റിന് വില വരുന്നത് 1,240. സപ്ലിമെന്റ് ആണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിന് 1,240 പ്ലസ് 100 1,340 രൂപയാണ് നമുക്ക് വരുന്നത്. ഒരു കോംബോ പാക്ക് ഉണ്ട്.
രണ്ട് പ്രൊഡക്റ്റുകൾ ഒറ്റ ഐഡിയിൽ ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് 2680 രൂപ വരുന്ന പ്രൊഡക്റ്റ് 1750 രൂപ കൊടുത്താൽ 930 കുറവാണ്. രണ്ട് പേർക്ക് ഇത് പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ ഒരു ഐഡിയിൽ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 930 രൂപ നിങ്ങൾക്ക് സ്പോട്ടിൽ നിങ്ങളുടെ കയ്യിലിരിക്കും. ആ വ്യക്തികൾക്ക് ആ പ്രൊഡക്റ്റ് കിട്ടുകയും ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് നമുക്ക് 930 രൂപ ഒരു വരുമാനമായിട്ട് വാങ്ങിക്കാം. 930 എന്ന് പറഞ്ഞാൽ ഒരു മാസം 30,000 അടുത്ത് എന്താണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഒരു നിർബന്ധമില്ല, ഒരു വഴി മാത്രമാണ്. അത് നിങ്ങൾക്ക് താല്പര്യം ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ടത് വിട്ടേക്കുക. നമ്മുടെ ഇതിലുള്ള കാര്യമല്ലത്, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഇനിയാണ് നമുക്ക് റിക്രൂട്ട്മെന്റ് പാർട്ടിൽ PA കഴിഞ്ഞു, നമ്മൾ പ്രൊമോഷൻ കഴിഞ്ഞു, അതുപോലെ തന്നെ ആക്ടിവേഷൻ കഴിഞ്ഞു. ഇനി റിക്രൂട്ട്മെന്റ് ആണ്. ഇനിയാണ് ശരിക്കും ബിസിനസ്. എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആളുകളെ കൊണ്ടുവരണം, കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യണം. അതിനെന്താ വേണ്ടത്? അവിടെ നമുക്ക് എന്താണ് ഫിസിക്കൽ വർക്കൊന്നും സംഭവങ്ങളില്ല. നമ്മൾ സീറോയിൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ എന്താണ് നമുക്ക് സീറോ തന്നെ ചെയ്യണം. അതിനെന്താണ് ഈ പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്താണ് ബിസിനസിന്റെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഇൻവിറ്റേഷൻ പോസ്റ്ററുകളുണ്ട്. ഈ പോസ്റ്റർ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഇടാം. പോസ്റ്റർ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് ഇടാം, ഇല്ലെങ്കിൽ നിങ്ങൾ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കാം, എന്തുകൊണ്ടും കൊടുക്കാം. ഇത് കൊടുത്തിട്ട് ഒരു റൈറ്റപ്പ് ഉണ്ടാക്കി എടുക്കുക. റൈറ്റപ്പ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കിട്ടുന്നുണ്ടാവും, നമ്മൾ ലീഡേഴ്സ് തരുന്നുണ്ടാവും. ആ റൈറ്റപ്പും കൂടി ചേർത്ത് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിന്റെ ഫേസ്ബുക്കിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പെട്ടെന്ന് വരും. മറ്റേതുപോലെയല്ല ഒരു വരുമാനം. ഇപ്പോൾ നമ്മളൊരു പോസ്റ്റർ കൊടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം യൂസർ ആണോ, നിങ്ങൾക്ക് വരുമാനം താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് താല്പര്യമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാന്ന് വിട്ട് കഴിഞ്ഞാൽ തന്നെ 100 പേരെങ്കിലും മിനിമം ഒരു ദിവസം കോൺടാക്ട് ചെയ്യും. അങ്ങനെ എൻക്വയറി വന്നു കഴിയുമ്പോൾ അവർക്ക് എന്താണ് വേണ്ടത്? അവർക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ബിസിനസിന്റെ റിലേറ്റീവ് വീഡിയോസ് ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ പ്രോഗ്രാമുകൾ ഉണ്ട്. ഈ പ്രോഗ്രാമിലോട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു 100 പേര് ചോദിക്കും, ചിലപ്പോൾ ഒരു 10 പേരൊക്കെ ഇതിനകത്ത് റെസ്പോണ്ട് ഫസ്റ്റ് ടൈം വരുള്ളൂ. ആ 10 പേരെ കൺവേർട്ട് ചെയ്യാം, ഓട്ടോമാറ്റിക്കാണ് എന്ത് ചെയ്യും, അവർ ഫോളോ അപ്പ് ചെയ്യാം. ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫോളോ അപ്പ് ചെയ്യാം. അവരെന്താ ചെയ്യേണ്ടത്? വേറൊന്നുമില്ലാണ്ട് നമ്മളെന്താ ചെയ്തേ? നമ്മളൊരു പൈസ മുടക്കിയില്ല, അവരും പൈസ മുടക്കണ്ട. അതുകൊണ്ട് അവർ ധൈര്യമായിട്ട് വരും. അവർ ആ പോസ്റ്റർ ഇടുക, ഓർഡർ എടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഒരു പൈസ മുടക്കില്ലാതെ തന്നെ എന്താണ് നമ്മൾ ബിസിനസ് നടക്കുകയാണ്. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഇവിടെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരുപോലെയാ. പൈസ ഇല്ലാത്തവെന്ന് പറഞ്ഞാലും ഒരു പാവപ്പെട്ടവൻ വന്നാലും അല്ലെങ്കിൽ പൈസ ഉള്ളവൻ വന്നാലും എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് ഇതിനകത്ത്. അതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓക്സിബിയുടെ സിസ്റ്റത്തിന്റെ പ്രത്യേകത. ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് അവർക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതെ പുതിയ വ്യക്തി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് വളരെ വേഗത്തിൽ വിജയിക്കാനുള്ള വർക്കിംഗ് രീതി നമ്മൾ അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇതിങ്ങനെ ചുമ്മാ കടന്നാൽ പോലെ എന്താണ് നമ്മളൊരു 9 ആഴ്ചത്തെ ഒരു വർക്കിംഗ് പ്ലാനോട് പറഞ്ഞതല്ലേ. ഇനിയാണ് 3-ാം സ്റ്റെപ്പ്. എങ്ങനെയാണ് ഫാസ്റ്റ് ആയിട്ട് വിജയിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വരുമാനം എങ്ങനെ നേടിയെടുക്കാൻ പറ്റും, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതിൽ ചെയ്യേണ്ടതുള്ളൂ. നമ്മൾ ഇപ്പൊ ഇന്ന് ബുധനാഴ്ച, എല്ലാ ബുധനാഴ്ചകളും നമുക്ക് പ്രോഗ്രാം ഉള്ളത്. ഇന്ന് നിങ്ങൾ പുതിയൊരാളാണ് ജോയിൻ ചെയ്തെടുക്കുന്നതെങ്കിൽ, ഇപ്പൊ ഇന്ന് പ്രോഗ്രാം കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 7 ദിവസമുണ്ട്. അടുത്ത ബുധനാഴ്ചക്ക് 7 ദിവസമുണ്ട്. ഈ 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഇടുക, കൂടാതെ നിങ്ങളുടെ ബിസിനസിന്റെ പോസ്റ്റർ ഇടുക. പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് വരുമ്പോൾ അതിൽ നിന്ന് ഒരാൾ പർച്ചേസ് വരികയാണെങ്കിൽ നിങ്ങളുടെ ഐഡിയ ആക്ടിവേഷൻ ആവുക. അപ്പൊ ഐഡിയ കഴിഞ്ഞു. ദെൻ നിങ്ങളുടെ ബിസിനസിന്റെ പോസ്റ്റർ വഴി വരുന്ന ആളുകളെ നിങ്ങൾ ഈ പ്രോഗ്രാമിൽ കണക്ട് ചെയ്യുക. മിനിമം എന്താണ് 2 പേരെങ്കിലും നിങ്ങൾ അടുത്ത ആഴ്ചത്തെ മീറ്റിംഗിൽ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പണി കഴിഞ്ഞു. ഒറ്റ ആഴ്ചത്തെ പണിയുള്ളൂ. ഈ ബിസിനസ്സിൽ ജീവിതകാലം മൊത്തം നമുക്ക് വരുമാനം കിട്ടാൻ ഒറ്റ ആഴ്ചത്തെ പണിയുള്ളൂ. അത് 2 പേരെ നിങ്ങൾ ആ ചിലപ്പോൾ പോസ്റ്റ് ഇട്ട് 100 പേര് വരുന്നുണ്ടാവും. മിനിമം 2 പേരെങ്കിലും നിങ്ങൾക്ക് അടുത്ത പ്രോഗ്രാമിൽ കയറ്റാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ് ആയി, വിജയിച്ചു. നിങ്ങൾ പാതി പണി കഴിഞ്ഞു നിങ്ങളുടെ. അതാണ് നമ്മുടെ അടുത്തത്. അപ്പൊ അടുത്താണ് നമ്മുടെ 9 വീക്സ് പ്ലാൻ. എങ്ങനെയാണ് ഈ പ്ലാൻ നടക്കുന്നത് നോക്കാം. 9 ആഴ്ച പ്ലാനാണ്. ഇപ്പൊ നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇന്ന് പുതിയതായിട്ട് ഒരാളെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ ഇത് പോസ്റ്റർ കിട്ടും. അടുത്ത ആഴ്ച 2 പേരെ കൊണ്ടുവന്നു. എന്ത് ചെയ്യുക, അവർ ഇതുപോലെ തന്നെ പ്രൊഡക്റ്റ് ആക്ടിവേഷൻ ചെയ്തപ്പോൾ എന്തായി, നമുക്ക് 2 പേര് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 200 രൂപ നമുക്ക് കിട്ടും. 200 അതിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഇത് റെഫറൽ ഇൻസെന്റീവ് എന്ന് പറഞ്ഞൊരു 100 രൂപ കിട്ടും. ജസ്റ്റ് ഞാൻ ഈ വരുമാനം മാത്രമേ കുറച്ച് വരുമാനം എടുക്കുന്നുള്ളൂ. 200 കിട്ടുന്നുണ്ടാവും. എന്താണ് അടുത്ത ആഴ്ച, ഇത് ഫസ്റ്റ് ബുധനാഴ്ച, സെക്കൻഡ് ബുധനാഴ്ചയാണ്. പക്ഷെ സെക്കൻഡ് ബുധനാഴ്ച നമ്മൾ കൊണ്ടുവരേണ്ടത് എന്താണ്, നമ്മുടെ കൂടെ 2 പേര് പറഞ്ഞില്ലേ, അവരാണ് അടുത്ത ബുധനാഴ്ച 2 പേര് കൊണ്ടുവരുന്നത്. ഇനി നമ്മുടെ പണി കഴിഞ്ഞു. ഈ ആദ്യത്തെ 1 കഴിഞ്ഞ പിന്നെ നമ്മുടെ പണി കഴിഞ്ഞു. അവർ കൊണ്ടുവന്നു. അവർക്ക് എന്താണ് അവർ കൊണ്ടുവരുമ്പോൾ ഈ 200 രൂപ കിട്ടിയത് എന്താണെന്ന് അറിയോ? ഇപ്പൊ 2ാമത്തെ ആഴ്ച 200 നമ്മൾ പണിയെടുത്തതല്ല, നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് വന്നപ്പോഴാണ്. 3ാമത്തെ ആഴ്ച അതിന്റെ താഴെ വന്ന ആൾക്ക് അടുത്ത ലെയറിൽ വന്നതാണ് 600 കിട്ടി. ഇങ്ങനെ 4ാമത്തെ ആഴ്ച ഒരു മാസം കഴിയുമ്പോൾ എന്താണ് നമുക്ക് 2000 രൂപ വരുമാനം. വലിയ വരുമാനമൊന്നുമില്ല, 2000 രൂപ വരുമാനം കിട്ടുന്നുണ്ടാവും. ഇവിടെ കമ്പനിയുടെ റാങ്ക് കിട്ടുന്നുണ്ടാവും. ഇവിടെ പ്രത്യേകിച്ച് ബെനിഫിറ്റുകളൊന്നുമില്ല, പക്ഷെ ഫസ്റ്റ് റാങ്കാണ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഏകദേശം 25 ബിസിനസ് ഐഡിയകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെറ്റർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്സി സ്റ്റാർ എന്നുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ 5000 രൂപ വരുമാനം വാങ്ങിക്കുന്ന ഒരാളെയാണ് ഓക്സി സ്റ്റാർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ന് മീറ്റിംഗ് കേൾക്കുന്ന ഒരാൾ ഓക്സി സ്റ്റാർ ആണോ? നമുക്ക് ലാസ്റ്റ് പറയാം.
അടുത്ത ആഴ്ച 5-ാമത്തെ ആഴ്ച എന്താണ് സംഭവിക്കുന്നത്? വരുമാനം കൂടും. അതിനകത്ത് എന്താണ്, നമുക്ക് 2200 വരുമാനം കിട്ടും. എന്നിവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്കിവിടെ ഓക്സി റൈസർ എന്ന് പറഞ്ഞ റാങ്ക് കിട്ടുന്നുണ്ട്. അടുത്ത റാങ്കാണ്. പക്ഷെ ഇവിടെ നമുക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു ബോണസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 6-ാമത്തെ വരുമ്പോൾ 4200 രൂപ ഓക്സി റൈഡർ എന്ന റാങ്ക് കിട്ടുന്നുണ്ട്. 7-ാമത്തെ വരുമ്പോൾ 100, 7-ാമത്തെ ആഴ്ച ഉണ്ട്. 7-ാമത്തെ ആഴ്ച വരുമ്പോൾ നമ്മൾ 8400 വരുമാനമായി. ആ ഒരൊറ്റ ആഴ്ച വരുമാനമാണ് കാണുന്നത്. ഓക്സി റേഞ്ചറായി. 8-ാമത്തെ ആഴ്ച നമുക്ക് 17,200 വരുമാനമുണ്ട്. ഓക്സി ഡ്രീം എന്ന റാങ്ക് കിട്ടും. ടോട്ടൽ ആ ആദ്യത്തെ മാസം 2000 ആണെങ്കിൽ 2-ാമത്തെ മാസം നമുക്ക് 32,000 വരുമാനം കിട്ടി. അപ്പൊ 8 ആഴ്ച കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഒരാഴ്ച കൂടെ ഉള്ളൂ കേട്ടോ. നമുക്ക് ലാസ്റ്റ് ഒരാഴ്ച നോക്കാം എന്താണെന്ന്. ലാസ്റ്റത്തെ ആഴ്ച നമുക്ക് എന്താ എത്ര കിട്ടുന്ന വെച്ചാല്, അവസാനത്തെ ആഴ്ച നമ്മുടെ വരുമാനം 3,400 രൂപ ആയിട്ടുണ്ടാവും. ഡെയിലി വരുമാനം, ആഴ്ചയിലല്ല, ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 3,400 രൂപ. ഇതിനു വേണ്ടി ഒന്നും ചെയ്യണ്ട. ചിലപ്പോൾ നിങ്ങൾ ഒന്നും അറിയാതെ തന്നെ 3,400 വരുന്നുണ്ടാവും. 3,400 ഒരു ദിവസം കിട്ടാന്ന് പറഞ്ഞാൽ ഒരു മാസം 1,00,000 രൂപക്ക് മുകളിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവും. ഈ സമയത്ത് കമ്പനി ഓക്സി ഫൈറ്റർ എന്ന് പറഞ്ഞ ഒരു 6-ാമത്തെ റാങ്ക് നിങ്ങൾ എത്തുന്നുണ്ടാവും. ഈ 1,00,000 രൂപ ഇവിടെ തൊട്ടെന്നാണോ, ഈ 9-ാമത്തെ ആഴ്ച കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാ മാസവും 1,00,000 രൂപയാണ്. കൂട്ടണമെങ്കിൽ കൂട്ടിയെടുക്കാം, പക്ഷെ ഒരിക്കലും കുറയില്ല. 1,00,000 രൂപ ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മാത്രമല്ല കമ്പനിയുടെ ഓക്സി ഫൈറ്റർ എന്ന് പറഞ്ഞ റാങ്ക് കിട്ടുന്നുണ്ടാവും. ദെൻ ഈ റാങ്കിനൊക്കെ ഒരു ബോണസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ ബോണസ് ആണ് ഈ കാണുന്നത്. ഓക്സി സ്റ്റാറിന്റെ ബോണസ് ഒന്നുമില്ല. ഓക്സി റൈസറിന് 5,000 രൂപ ഉണ്ടാവും. ഓക്സി റൈഡർ ആയി കഴിയുമ്പോൾ 10,000 രൂപ വരുമാനം കിട്ടും. ഓക്സി റേഞ്ചറിന് 25,000 രൂപ ബോണസ് ഉണ്ട്. ഓക്സി ഡ്രീമറിന് 50,000 ഉണ്ട്. ഓക്സി ഫൈറ്ററിന്റെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1,00,000 രൂപ കമ്പനി ബോണസ് ആയിട്ട്, റോയൽറ്റി ആയിട്ട് കമ്പനി തരുന്നുണ്ട് ബോണസ് ആയിട്ട്. ടോട്ടല് നിങ്ങൾ 9 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോണസ് മാത്രം 1,90,000 രൂപ നിങ്ങൾക്ക് കിട്ടാനുള്ള ആ ക്വാളിഫിക്കേഷൻ നടന്നിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ റാങ്ക് സിസ്റ്റം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 9 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി 3,000, ഒരു മാസം 1,00,000 രൂപ വരുമാനം ആയിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക്കായിട്ട് 2,00,000-അടുത്ത് നിങ്ങൾക്ക് ബോണസും കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ മുടക്കിയ എത്രയാ? 0. നിങ്ങൾ ചെയ്തത് എന്താണ്? വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടത്രേ ഉള്ളൂ. ആവശ്യക്കാരൻ വന്നു, ആവശ്യക്കാരെ കണ്ടെത്തി, എത്ര ഉള്ളൂ. ഡ്യൂപ്ലിക്കേഷൻ നടന്നു. ഇവിടെ സിസ്റ്റം ഉണ്ട്, അത് ഓട്ടോമാറ്റിക് നടന്നോളും. അല്ലേ? നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ ഇപ്പൊ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ കൂടെ ഉണ്ട്. ഇതാണ് അല്ല 1,00,000 പേരെ കണ്ടെത്തുക 2024 ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 100 പേരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ 100 പേരിൽ നിങ്ങൾ ഒരാളുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ കൂടെ എത്ര പേരെ കയറ്റാൻ പറ്റുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് നമ്മുടെ പ്ലാൻ. ഇത് കൂടാതെ ലാസ്റ്റ് ഒരു പ്ലാൻ കൂടെ ഉണ്ട്. ഇതിപ്പോ പറയില്ല. ഇതിൽ അബണ്ടൻസ് ആയിട്ടില്ല, നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. ലാസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ വൈഫ് ഉണ്ടാവും, ഹസ്ബൻഡ് ഉണ്ടാവും, അതിൽ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, മക്കളുണ്ടാവും. നിങ്ങൾ 1,00,000 രൂപ വരുമാനം വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? നിങ്ങൾ കൊടുക്കുന്ന പൈസ കിട്ടുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ ഓരോരുത്തർക്കും ഈ 1,00,000 രൂപ വരുമാനം വാങ്ങിക്കാം. നിങ്ങൾ ഒരാൾ മാത്രം വർക്ക് ചെയ്യുന്ന ചെറിയ വർക്കിലൂടെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും സെയിം വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് റിയൽ അബണ്ടൻസ്. ഇതിനു വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫുൾ നിങ്ങൾ ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാം. ഇതാണ് ഓക്സി വരുന്ന ഈ നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മുടെ വർക്കിംഗ്, നമ്മുടെ പ്ലാൻ കഴിഞ്ഞു. സ്റ്റോപ്പ് ചെയ്യാണ്.